അഭിമന്യു വധക്കേസിൽ രേഖകൾ കടത്തിയതിൽ പോലീസ് അന്വേഷണമുണ്ടാകില്ല. രേഖകൾ നഷ്ടപ്പെട്ടത് 2022 മുമ്പാണെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരുന്നു. മുഴുവൻ രേഖകളും പുനർനിർമ്മിച്ചു മാത്രമേ വിചാരണ തുടങ്ങാൻ സാധിക്കൂ. അതിനാൽ കേസിൽ വിചാരണ നീളും. അഭിമന്യു വധക്കേസിലെ സുപ്രധാനമായ 11 രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടമായത് കേസിന്റെ വിചാരണ തന്നെ തടസ്സപ്പെടുത്തുന്ന ഘട്ടത്തിലും ഇതു സംബന്ധിച്ച് അന്വേഷണങ്ങളില്ല. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം നടത്തുന്ന അന്വേഷണത്തിനപ്പുറം പോലീസ് അന്വേഷണ സാധ്യത പോലും ഒഴിവാക്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ട രേഖകൾ കണ്ടെത്താനോ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനോ കഴിയില്ല. കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികൾ, സൈറ്റ് പ്ലാൻ എന്നിവയടക്കമുള്ള 11 സുപ്രധാന രേഖകളായിരുന്നു നഷ്ടമായത്. PFI നിരോധനത്തിന് മുമ്പ് PFI ഭീകരവാദ ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട കേസ് വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയെങ്കിലും രേഖകൾ ലഭിച്ചിരുന്നില്ല. 2019 2022 ഇടയ്ക്കാണ് കോടതി സേഫ് കസ്റ്റഡിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. 2023 ഡിസംബറിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിരസ്തദാർ വിവരം ഹൈക്കോടതിയെ ധരിപ്പിച്ചത്. കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമാകുന്ന സംഭവങ്ങളിൽ പോലീസ് അന്വേഷണം ഉണ്ടാകാറില്ല. ജഡ്ജിമാരിൽ നിന്നടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴികളെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാണിത്. എന്നാൽ മോഷണം നടന്നുവെന്ന് വ്യക്തമായാൽ പോലീസിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കഴിയും. വിചാരണ തുടങ്ങാനിരിക്കുന്ന ഈ മാസം 18-ന് രേഖകൾ പുനഃസൃഷ്ടിക്കാനാകാത്തതിനാൽ വിചാരണ ഇനിയും ഏറെ നീളും. മാത്രമല്ല, പുനഃസൃഷ്ടിച്ച രേഖകളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രതിഭാഗത്തിന് അനുകൂലവുമാകും. ജനം, കൊച്ചി.